ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം വേദപുസ്തക രൂപവൽക്കരണത്തെക്കുറിച്ച് ഏതാനും നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. 66 പുസ്തകങ്ങളുടെ വ്യാഖ്യാനം തരംതിരിവ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് പഴയ നിയമം. ഇതിനെ 5 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പഞ്ചഗ്രന്ഥങ്ങൾ. സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ, ഒറിഗൻ എന്നിവരുടെ കാലത്ത് തന്നെ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിച്ചിരുന്നു. ചരിത്ര പുസ്തകങ്ങൾ. ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്നത് ജ്ഞാനപുസ്തകങ്ങൾ. ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങളെ ജ്ഞാനപുസ്തകങ്ങൾ അഥവാ കാവ്യപുസ്തകങ്ങൾ എന്ന് പറയുന്നു. നാലാമത്തത് പ്രവചന ഗ്രന്ഥങ്ങൾ. 16 പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങൾ ആയിട്ടാണ് നാം കാണുന്നത്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗായി, സെഖര്യാവ് ആൻഡ് മലാക്കി. അഞ്ചാമത്തേതാണ് വിലാപങ്ങൾ. എഴുതിയത് യിരെമ്യാവാണ്. BC 586 യെരുശലേം ആക്രമിക്കപ്പെട്ട് യുദ്ധത്തിൽ തോറ്റ് രാജാവ് ബന്ധനസ്ഥനായി. ഒട്ടേറെ ജനങ്ങൾ കൊല്ലപ്പെട്ടു. കുറേ ജനങ്ങളെ പ്രവാസ ജീവിതത്തിനായി കൊണ്ടുപോയി. യെരുശലേം ദേവാലയം കൊള്ളയടിക്കപ്പെട്ടു. സിയോൻ പട്ടണം സൈന്യങ്ങൾ ചുട്ട് ചാമ്പലാക്കി. വിശുദ്ധ നഗരത്തിലേക്ക് തീർത്ഥാടകർ വരുന്നില്ല. യാഗ കർമാദികൾ ഒന്നും നടക്കുന്നില്ല. യഹൂദയിൽ താമസിക്കുന്നവരുടെ നില വളരെ ശോചനീയമാണ്. പട്ടിണിയുടെ കാഠിന്യ നിമിത്തം ഓമനക്കുഞ്ഞുങ്ങളെ തിന്ന് ജീവൻ നിലനിർത്തേണ്ടി വന്ന ദയനീയ അവസ്ഥ. നഗരത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും അവസ്ഥ കണ്ട് പ്രവാചകൻ എഴുതിയതാണിത്. ഇനി പുതിയ നിയമം. ഇതിനെ 4 ആയിട്ട് തിരിക്കാം. സുവിശേഷങ്ങൾ, ചരിത്ര പുസ്തകം, ലേഖനങ്ങൾ ആൻഡ് വെളിപാട് സാഹിത്യം. സുവിശേഷങ്ങൾ. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നു, മത്തായി മുതൽ യോഹന്നാൻ വരെ. ചരിത്ര പുസ്തകം. അപ്പോസ്തല പ്രവൃത്തിയെ ചരിത്ര പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ലേഖനങ്ങൾ. റോമർ മുതൽ 21 പുസ്തകങ്ങളെ ലേഖനങ്ങൾ എന്ന് പറയുന്നു. വെളിപാട് സാഹിത്യം. വെളിപാട് പുസ്തകത്തെ വെളിപാട് സാഹിത്യം എന്ന് അറിയപ്പെടുന്നു. വേദപുസ്തക രൂപവൽക്കരണത്തിൽ 66 പുസ്തകങ്ങളിൽ കാണുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടായിരുന്നു. ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവൻ അറക്കപ്പെട്ട പാറയാണ്. ആവർത്തന പുസ്തകത്തിൽ അവൻ വിശ്വസ്തനായ പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ അവൻ സർവ്വസൈന്യാധിപനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപനാണവൻ. രൂത്തിന്റെ പുസ്തകത്തിൽ വിശ്വസ്തനായ വീണ്ടെടുപ്പുകാരനാണ് അവൻ. 1 2 രാജാക്കന്മാർ, 1 2 ദിനവൃത്താന്തങ്ങൾ, 1 2 ശമൂവേൽ. ഇതിൽ ദാവീദിന്റെ സന്തതിയാണ് അവൻ. എസ്രായുടെ പുസ്തകത്തിൽ അവൻ ശക്തനായ ശാസ്ത്രിയാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പ്രിയനായ രാജാവാണ് അവൻ. എസ്തേറിന്റെ പുസ്തകത്തിൽ ക്രിസ്തു ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥനാണ്. യോബിന്റെ പുസ്തകത്തിൽ ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തനങ്ങളിൽ അവൻ ഒരു നല്ല ഇടയനാണ്. സദൃശവാക്യത്തിൽ അവൻ ജ്ഞാനമാണ്. സഭാപ്രസംഗിയിൽ അവൻ ദൈവത്തെ ഓർക്കുന്ന എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നവനാണ്. ഉത്തമഗീതത്തിൽ അവൻ 10,000ങ്ങളിൽ സുന്ദരൻ, ഷാരോനിലെ പനിനീർ പൂവാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവാണ്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു തീയുടെ നടുവിൽ 4-മനായി വെളിപ്പെട്ടവനാണ്. സിംഹങ്ങളുടെ വായ അടച്ചവനാണ്. ഹോശേയുടെ പുസ്തകത്തിൽ ക്രിസ്തു
മടങ്ങിപ്പോയവരെ സ്നേഹിച്ച് തിരികെ കൊണ്ടുവരുന്നവനാണ്. യോവേലിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു വെട്ടിക്കിളികളും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമ്പത്തുകളെ തിരികെ കൊണ്ടുവരുന്നവനാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. ഉപദ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്. യോനായുടെ പുസ്തകത്തിൽ ക്രിസ്തു മഹാദയുള്ളവനാണ്. മീഖായുടെ പുസ്തകത്തിൽ ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. നഹൂമിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു ദീർഘക്ഷമയുള്ളവനാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു വൈകിപ്പോയ പ്രവചനങ്ങളെ നമ്മിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നവനാണ്. സഫന്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. ഹഗായിയുടെ പുസ്തകത്തിൽ ക്രിസ്തു സകല ജാതികളുടെയും മനോഹര വസ്തുവാണ്. സഖരിയാവിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തു കൃപയായി വെളിപ്പെടുന്നവനാണ്. മാലാഖയുടെ പുസ്തകത്തിൽ അവൻ നീതി സൂര്യനാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ യഹൂദന്മാരുടെ രാജാവാണ്. മർക്കോസ് എവൻഗെലിയോസ്തായുടെ സുവിശേഷത്തിൽ അവൻ ദാസനാണ്. ലൂക്കോസ് എവൻഗെലിയോസ്തായുടെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുന്നവനാണ്. റോമറിൻ്റെ പുസ്തകത്തിൽ അവൻ നീതിയാണ്. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അവൻ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാത്തത് നമുക്ക് വെളിപ്പെടുത്തി തന്നവനാണ്. ഗലാത്യ ലേഖനത്തിൽ അവൻ എൻ്റെയും നിൻ്റെയും ശാപം മാറ്റാനായി സ്വയം ശാപമായി തീർന്നവനാണ്. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ അവൻ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറമാണ്. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ അവൻ സന്തോഷമാണ്. കൊലോസ്യരുടെ ലേഖനത്തിൽ അവൻ പ്രത്യാശയായ ക്രിസ്തുവാണ്. 1-2 തെസ്സലോനിക്കരിൽ അവൻ 1000 ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ്. 1 തീമോഥെയോസ് 2 തീമോഥെയോസിൽ അവൻ അക്ഷയജ്ഞാനം നൽകുന്നവനാണ്. തീത്തോസിനുള്ള ലേഖനത്തിൽ അവൻ പ്രതിഫലത്തെ നൽകുന്നവൻ ആണ്. ഫിലോമോൻ്റെ വേണ്ടിയുള്ള ലേഖനത്തിൽ അവൻ നമ്മുടെ കടങ്ങളെ മാറ്റുന്നവനാണ്. എബ്രായർക്ക് വേണ്ടിയുള്ള ലേഖനത്തിൽ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ അവൻ നല്ല ദാസനും തികഞ്ഞ വരങ്ങളും നമ്മുടെ മേൽ പകരുന്നവനാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം ലേഖനം നാം നോക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. യോഹന്നാൻ ശ്ലീഹയുടെ 1, 2, 3 ഭാഗങ്ങൾ നോക്കുമ്പോൾ അവൻ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ പ്രസ്താവിച്ചത് ജീവനാണ് എന്നാണ് പറയുന്നത്. യൂദായുടെ ലേഖനത്തിൽ അവൻ വീഴാത്തവണ്ണം മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവനായി നിൽക്കുന്നവനാണ്. വെളിപാട് സാഹിത്യത്തിൽ അവൻ രാജാതിരാജൻ, കർത്താതികർത്തൻ, സകലജനവും കാണുകെ മേഘാരൂഢനായി വെളിപ്പെടുന്നവനാണ്. യേശുക്രിസ്തുവും ആദിമക്രിസ്തവ സഭയും യഹൂദ ഗ്രന്ഥമായ പഴയ നിയമത്തെ വേദഗ്രന്ഥമായി ആദരിച്ചിരുന്നു എന്ന് ലൂക്കോസ് എവൻഗലിസ്റ്റായുടെ സുവിശേഷം 24-27 നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാലാന്തരത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശവും അടങ്ങിയ സുവിശേഷങ്ങളും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും അടങ്ങിയ ലേഖനങ്ങളും ഇതര ഗ്രന്ഥങ്ങളും ചേർന്നുള്ള പുതിയ നിയമ സഞ്ചയവും രൂപവത്കൃതമായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമം എഴുതപ്പെട്ട എബ്രായ ആരാമ്യ ഭാഷകൾ തമ്മിൽ ബാബേൽ പ്രവാസത്തിനു മുമ്പ് തന്നെ സാരമായ ബന്ധമുണ്ടായിരുന്നു. BC 721 ഇസ്രായേലിൻ്റെ പതനം ഉണ്ടായി. അതോടെ ആരാമ്യ ഭാഷക്കാരായ അശൂര്യരെ പാലസ്തീനിൽ കുടിയേറ്റി പാർപ്പിച്ചത് 2 രാജാക്കന്മാർ 17-24 നോക്കുക. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ആരാധനയ്ക്കും മതപഠനത്തിനും മാത്രമേ എബ്രായ ഭാഷ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. AD 90-നോടടുത്ത് പഴയ നിയമ ഗ്രന്ഥങ്ങൾ മതവിശ്വാസത്തിനാധാരമായി യഹൂദന്മാർ അംഗീകരിച്ചു. പുതിയ ഇസ്രായേലിൻ്റെ ചരിത്രവും വിശ്വാസവും പ്രമാണവും രേഖപ്പെടുത്തി അംഗീകാരയോഗ്യമാക്കിയത് അപ്പോസ്തലന്മാരും ആദ്യ സുവിശേഷകന്മാരും ആയിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.